ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാർ നിയമസഭയ്ക്ക് മുന്നിൽ ഇരുചക്ര വാഹനം കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അമൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അമൽ, എന്തൊക്കെ സംഭവിക്കുന്നു തിരുവനന്തപുരത്ത് ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട്? തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. മാർച്ചിന്റെ ഭാഗമായി 100 കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കേരള സർക്കാരിന്റെ നികുതി ഭീകരത, വിലക്കയറ്റം, വിഭജന, വഞ്ചന എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാർച്ചിന്റെ ഭാഗമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒരു ബൈക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ ഒരു സംഘർഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബൈക്കിലെത്തി ആളി കത്തിയപ്പോൾ വെള്ളം ഉപയോഗിച്ചവരെ കെടുത്താൻ ശ്രമിക്കുകയും പ്രതിഷേധക്കാരെ ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംഘർഷം ഉണ്ടായിരുന്നത്. പിന്നീട് ബാരിക്കേഡ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് വി. സതീശനായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. രാഹുൽ മാങ്കുട്ടത്തെ പോലുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അതേസമയം തന്നെ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനു ശേഷം മുതൽ തന്നെ കേരളത്തിലെ വിവിധ ഇടങ്ങളിലായി യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. പെട്രോൾ പമ്പുകൾ അതെ അമൽ, പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളെയൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ അന്തരീക്ഷം സമാധാനപരമാണെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നു. അമൽ, ഈ ഇരുചക്ര വാഹനം അത് ഈ പ്രവർത്തകർ കൊണ്ടുവന്നതാണോ അതോ അവിടെ എവിടെയെങ്കിലും ഇരുന്ന ഈ ബൈക്ക് എടുത്ത് കത്തിക്കുകയായിരുന്നോ? അത് വ്യക്തമാണോ? പ്രതിഷേധക്കാർ കൊണ്ടുവന്ന ഇരുചക്ര വാഹനമായിരുന്നു. ഇരുചക്ര വാഹനം ബാരിക്കേഡിന് മുൻവശത്ത് ആയി തന്നെ ഇവർ കത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തീ ആളിൽ പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പ്രവർത്തകർക്കിടയിലും ചെറിയൊരു അല്പം ഭീതി പരത്തിയതായി കാണാൻ വേണ്ടി സാധിച്ചു. ഇതിനെ തുടർന്നായിരുന്നു തീ ആളിക്കത്തുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നായിരുന്നു പോലീസ് തീ അണക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ തടയുകയായിരുന്നു. ഇതായിരുന്നു ആദ്യം സംഘർഷത്തിലേക്ക് അതെ, ഇന്ധന സെസ് വർധനയ്ക്കെതിരെ, നികുതി വർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. സമരക്കാർ നിയമസഭയ്ക്ക് മുന്നിൽ ഇരുചക്ര വാഹനം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു എന്ന് അമൽനാഥ് തിരുവനന്തപുരത്ത് നിന്ന്.